അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ തൃക്കാക്കര നഗരസഭ വളഞ്ഞ് CPIM-ന്റെ പ്രതിഷേധം. 5 വർഷം UDF ഭരിച്ചപ്പോൾ തൃക്കാക്കര എന്ന് മാറ്റി അഴിമതിക്കര എന്നാക്കേണ്ട സാഹചര്യമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി S. സതീഷ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന മുനിസിപ്പാലിറ്റിയായി തൃക്കാക്കര മാറിയെന്നും CPM കുറ്റപ്പെടുത്തി. തൃക്കാക്കര എന്ന പേര് ഈ മുനിസിപ്പാലിറ്റിയുടെ 5 വർഷക്കാലത്തെ ഭരണം ഇവർ പൂർത്തീകരിച്ചപ്പോ തൃക്കാക്കര എന്നല്ല അഴിമതിക്കര എന്നാക്കി മാറ്റിയവരുടെ പേരാണ് കോൺഗ്രസും UDF-ഉം എന്ന് കാണും. ആ പാപഭാരം, ആ അപമാനഭാരം ഈ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാൻ ഈ നാടിന്റെ ജനാധിപത്യ ബോധമുള്ള എല്ലാ മനുഷ്യരും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ അടയാളപ്പെടുത്തലാണ് ഈ തടിച്ചുകൂടി നിൽക്കുന്ന തൃക്കാക്കരയിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഈ പ്രതിഷേധം എന്നുള്ളത് UDF-കാരും ഭരണാധികാരികളും മനസ്സിലാക്കിക്കോണം. ആര്യ കൂടുതൽ വിവരങ്ങളുമായി. ആര്യ, ഈ സമരത്തിന് ആധാരം എന്താണ്? വിശാലി 5 വർഷമായിട്ട് UDF 5 വർഷമായിട്ടാണ് UDF ഭരിക്കുന്നത്. അവിടെ UDF ദുർഭരണത്തിനെതിരെയാണ് ഇപ്പോൾ തൃക്കാക്കര നഗരസഭ CPM വളയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. 5 വർഷം ഭരിച്ചപ്പോൾ തന്നെ തൃക്കാക്കര എന്ന് മാറ്റി അഴിമതിക്കര എന്നാക്കണമെന്നാണ് ഇന്ന് ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടറി S. സതീഷ് വ്യക്തമാക്കിയുണ്ടായത്. നിരവധി ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഓണത്തിന് കൗൺസിലർമാർക്ക് നൽകിയ പണക്കിഴി വിവാദം, അതുപോലെ തന്നെ ഓണാഘോഷ നടത്തിപ്പിലുണ്ടായിരുന്ന സാമ്പത്തിക തട്ടിപ്പ്, അതുപോലെ തന്നെ കോൺഗ്രസിലെ PT തോമസ് MLA മരണാന്തര ചടങ്ങുകൾക്ക് പൂവ് ഭക്ഷണം വാങ്ങിയ ഇനത്തിൽ 4.5 ലക്ഷം രൂപയുടെ കളവ്, പാവങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകിയതിലുള്ള അഴിമതി, അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് തൃക്കാക്കര മുനിസിപ്പാലിറ്റി വളഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ഉപരോധം സംഘടിപ്പിച്ചത്. ഇതിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്.